നോ എന്ന് പറയുവാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നിന്നല്ല ഏത് തൊഴിൽ ഇടങ്ങളിലും സ്ത്രീ അപമാനിക്കപ്പെടത്തില്ല, ആക്രമിക്കപ്പെടത്തില്ല, ക്രൂര ബലാത്സംഗങ്ങൾക്ക് ഇരയാകത്തില്ല. താരസംഘടനകൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? മറ്റുള്ള താരറാണികൾ എത്തിയതുപോലെ നിനക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടന്നു തരണം, എങ്കിൽ മാത്രമേ നിനക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അവരൊക്കെ അങ്ങനെ സഹകരിച്ചത് കൊണ്ടാണ് അവരൊക്കെ സിനിമാ രംഗത്ത് ഉന്നത നിലകളിൽ പരിലസിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ കൂടെ കിടത്തിയെന്ന് പറയുമ്പോൾ പ്രതി ആയി മുദ്രകുത്തിയ ഒരാൾ കോടതിയിൽ ആ കുറ്റം തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹം പ്രതിയാകുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ദിലീപിനെ പ്രതിയാണെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ശശി തരൂർ പ്രതിയല്ലേ? സ്വന്തം ഭാര്യയെ കൊലപാതകത്തിൽ ശശി തരൂരിന്റെ പേര് പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ക്യാമറയുടെ കണ്ണുകൾ തുറക്കുന്നത് വരെ മാത്രമേ മലയാള സിനിമയിൽ പ്രൊഡ്യൂസർമാർക്ക് നിലയുള്ളൂ. ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, ഇവിടെ മെഡിക്കൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, എന്തിനു പറയുന്നു, നിയമസഭയ്ക്കകത്ത് പോലും പെൺകുട്ടികൾ ഈ പറയുന്നത് പോലെ അപമാനിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ജേഷേട്ടാ, ഞാൻ ഒരു കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു താരമായിട്ട് മാറും, ഞാൻ അന്ന് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സ്മിന് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകളോട് വളരെ തമസ്കരണം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഇടപെടലാണ് മുഖ്യധാരയിലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന താരങ്ങൾ ചെയ്യുന്നത്. കഥാപാത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് പോലും കൈയടിച്ചും കൂകി വിളിച്ചും ഇത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് കരുതിക്കൂട്ടി കാണിച്ചു കൊടുത്തൊരു താരാധിപത്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ഫാൻസ് അസോസിയേഷനുകൾ സ്ഥാപിക്കുന്നതിൽ നസീർ സാർ പരാജയപ്പെട്ടു, മധു സാർ പരാജയപ്പെട്ടു, സത്യൻ സാർ പരാജയപ്പെട്ടു. അവരൊന്നും മക്കൾക്കോ അനന്തരം ഒരു 100-200 തലമുറകൾക്ക് അനുഭവിക്കാനുള്ള സ്വത്തൊന്നും ഉണ്ടാക്കുവാൻ അവരുടെ ആ താര സാന്നിധ്യം, താരസിംഹാസനം അവർ ഉപയോഗിച്ചില്ല. നമസ്കാരം, RJ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സകല മാധ്യമങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്ന വാർത്താ പ്രചാരണമാണ് ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള സിനിമയുടെ മുഖത്തിന് ഏറ്റിട്ടുള്ള ആ അടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷനാണോ ചർച്ച ചെയ്യേണ്ടത് മാധ്യമങ്ങൾ എന്നുള്ള ഒരു ചർച്ച ആരംഭിക്കുന്നത് നന്നായിരിക്കും. പ്രധാനമായിട്ടും ഇന്ന് മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന മറ്റൊരു ജലബോംബായിട്ടുള്ള മുല്ലപ്പെരിയാറിൻ്റെ ദുരന്തം, ഇതൊക്കെ കടന്നു വരാനിരിക്കെ എത്രയോ കമ്മീഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് പല റിപ്പോർട്ടുകളും മാറ്റി വയ്ക്കുകയോ കാറ്റിൽ പറത്തുകയോ ചെയ്ത സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ് നിലവിൽ ഇന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ ലജ്ജാവഹമാണ്. പ്രധാനമായിട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പഠന റിപ്പോർട്ടിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ, ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഹേമ, അതുപോലെ തന്നെ വത്സലകുമാരി IAS, ഒപ്പം നമ്മുടെ മുൻ ചലച്ചിത്ര താരമായിരുന്ന ശാരദ തുടങ്ങിയവരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനിലുള്ളത്. 2 അംഗങ്ങളും ജസ്റ്റിസ് ഹേമയും ചേർന്നിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ അറിവൊന്നും അല്ല ഇപ്പോൾ പകർന്നു തന്നിരിക്കുന്നത് എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും കാലാകാലങ്ങളായി ശാരദ പറയുന്ന 3 പേരുടെ വേർഷൻസ് ഞാൻ വളരെ ഗൗരവപൂർവ്വം പഠിച്ചപ്പം അതിലെനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ശാരദ എന്ന് പറയുന്ന മുൻകാല നടി, നമ്മളുടെ അമ്മ കഥാപാത്രങ്ങളിലും നായിക കഥാപാത്രങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ശാരദ ഇന്ന് ചെന്നൈയിലാണ് താമസം. ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു ചലച്ചിത്ര താരമാണ് ശാരദ. ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമാ രംഗത്ത് വളരെ നടികളുടെ ഇടപെടൽ അല്ലെങ്കിൽ കടന്നു വരുന്ന പെൺകുട്ടികൾ കുറവായിരുന്നു. നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോവുക എന്ന് പറയുന്നത് തന്നെ ഏതോ ഒരു വേശ്യാവൃത്തിക്ക് പെൺകുട്ടികളെ വിടുന്നത് പോലെയാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇന്നും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും നാടക കലാകാരന്മാരുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കൂടുതൽ ഇടപെടേണ്ടത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, സിനിമാ രംഗത്ത് മാത്രമല്ലല്ലോ പെൺകുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇടപെടേണ്ടത് എവിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇടപെടണം. എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകളോട് കടന്നു വരുന്നുണ്ട്. ഈവൻ മാധ്യമ രംഗത്ത് പോലും കടന്നു വരുന്നുണ്ട്. അവിടെ പല മാധ്യമ പ്രവർത്തകരും അത് തുറന്നു പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഈ രംഗത്ത് ഈ പറയുന്ന ചൂഷണങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളൊക്കെ മറ്റാരും അറിയാതെ പോകുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ സ്വന്തം ക്യാമറകൾ സ്വന്തം മുഖത്തേക്ക് തന്നെ തിരിച്ചു വെച്ചാൽ പലപ്പോഴും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ജസ്റ്റിസ് ഹേമ കമ്മീഷനോട് പ്രതികരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്
കഴിഞ്ഞ ഈ പറയുന്ന 2017 മുതലാണ്, അതായത് നമ്മളുടെ ഒരു ചലച്ചിത്ര താരം കാറിനുള്ളിൽ അപമാനിക്കപ്പെട്ട കാലത്താണ് WCC പോലെയുള്ള പെൺ താരസംഘടനകൾ ഉണ്ടാകുന്നതും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഉടലെടുത്തതുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇന്ന് വരെ 5 വർഷമാണ് ഈ പറയുന്ന ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് തടഞ്ഞു വയ്ക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനകത്തുള്ള രാഷ്ട്രീയ താല്പര്യം എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു അപമാനം അല്ലെങ്കിൽ ഒരു നീതി ലഭിക്കേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈകി എത്തുന്ന നീതി അനീതിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. ലേറ്റ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ് എന്ന് പറയാറുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. വൈകി എത്തുന്ന നീതി അനീതിയായിട്ട് നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ സ്ത്രീപക്ഷത്ത് നിന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് ചലച്ചിത്ര രംഗത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന താരങ്ങളെ സംബന്ധിച്ചിട്ട്, ചലച്ചിത്ര താരങ്ങളെ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിട്ട്, എന്നെപ്പോലെ ഞാനും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. സാങ്കേതിക പ്രവർത്തനമായിട്ടും അഭിനേതാവായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം സഹപ്രവർത്തനമായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്. സാങ്കേതിക രംഗത്ത് ക്യാമറ ഊണുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ വിവിധ മേഖലകൾ എഡിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുമുള്ള മേക്കപ്പ് വുമൺസ് ഉണ്ട്. അവരുടെയൊന്നും ഈ പറയുന്ന മനുഷ്യാവകാശ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഹേമ കമ്മീഷൻ ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഒരുപക്ഷം താരങ്ങളെ, അതും ഏറ്റവും സമ്പന്നതയിൽ ജീവിക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രമാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അല്ലെ അവരുടെ ജീവിതമാണ് അവർ ഉരുത്തിരിഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കുറച്ചുകൂടി ആഴത്തിൽ ചെല്ലണമായിരുന്നുവെങ്കിൽ ടെക്നിക്കൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങൾ ചലച്ചിത്രരംഗത്ത് ഏറെയുണ്ട്. മേക്കപ്പ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഹെയർ ഡ്രസ്സറുണ്ട്, എന്തിനു പറയുന്നു, ഫുഡ് വിളമ്പുന്ന ആളുകളെ എങ്ങനെയാണ് സിനിമാ പ്രവർത്തക അല്ല എന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ സപ്ലൈ ചെയ്യുന്ന, ചായ ഇട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ്സ് എന്ന് ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ രംഗത്തും ഉള്ളതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, സ്ത്രീകളുടെ പക്ഷത്തും തെറ്റുകളുണ്ട്. പ്രധാനമായിട്ടും ഒരു ചലച്ചിത്ര നടിയായി തീരുക, ഒരു പ്രധാന സിനിമയിൽ കോടികൾ മുടക്കിയെടുക്കുന്ന ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി മാറാൻ ഒരാണിനായാലും പെണ്ണിനായാലും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന റിപ്പോർട്ട്. ഒരു സംവിധായകനാകാൻ പോലും സ്ത്രീകളോട് കിടപ്പറ പങ്കിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള സംവിധായകന്മാരുണ്ട് ഇവിടെ. സ്ത്രീകളോട് എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ള സ്ത്രീകളോട്, ഞാൻ പണം മുടക്കിയാൽ സംവിധായക നീ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്, മലയാള ചലച്ചിത്ര രംഗത്തുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് പറയാൻ സാധിക്കും. ശാരദ എഴുതിയിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പ്രത്യേകം പരാമർശിച്ചുള്ള 2-3 ലൈനുകൾ ഞാൻ വയ്ക്കാം. പണ്ടും ഇത്തരം അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള കാര്യങ്ങൾ, എൻ്റെ കൂടെ കിടന്നാൽ മാത്രമേ നിനക്ക് നല്ലൊരു വേഷം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പഴയകാല നടി ശാരദ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ സംഭവമല്ല. എന്തുകൊണ്ടോ അന്നത്തെ കാലത്തുള്ള സ്ത്രീകൾ, ഒരുപക്ഷെ ശാരദാമ്മയ്ക്ക് അടക്കം നേരിട്ടിട്ടുണ്ടാകും, ഇന്നുവരെ അത് തുറന്നു പറയുവാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ തുറന്നു പറയുവാൻ തയ്യാറായവരെ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ അഭിനന്ദിക്കുകയാണ്, പ്രത്യേകിച്ച് രഞ്ജിനിയെ. എന്നെ സംബന്ധിച്ചിട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ അതിനകത്ത് സധൈര്യം ഈ ഒരു വലിയ താര കോക്കസിനെതിരായിട്ട് സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ളത് നടി രഞ്ജിനി മാത്രമാണ്. തനിക്കിനി മലയാള സിനിമയിലോ അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു സ്ഥാനവും ലഭിച്ചില്ലെങ്കിലും ഞാൻ ആക്രമിക്കപ്പെട്ടതുപോലെ എൻ്റെ അനുജത്തിമാർ എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പിന്നാലെ വരുന്ന പെൺകുട്ടികൾ ഈ മേഖലയിൽ അപമാനിക്കപ്പെടരുത്, ആക്രമിക്കപ്പെടരുത്, ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ രഞ്ജിനി എന്ന് പറയുന്ന ചലച്ചിത്ര താരം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖത്ത് അല്ലെങ്കിൽ അവരുടെ മുഖം വ്യക്തമാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങളുടെ ചർച്ച. പക്ഷേ ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് WCCയിലുള്ള പല മുൻനിര താരങ്ങളും മുഖം മറച്ചുകൊണ്ട് പിന്നണിയിൽ നിൽക്കുകയാണ്. ആരൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. WCCയിലെ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരു നേതൃത്വ നിരയിലുള്ള ഒരു യുവ താര റാണി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊന്നും, ഇതൊക്കെ വെറും സംഭാഷണങ്ങളിൽ മാത്രമുള്ള ഒരു വിഷയമാണ്, മലയാള ചലച്ചിത്ര ലോകത്ത് ഇത്തരം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഹേമ കമ്മീഷൻ അംഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്, അല്ലെങ്കിൽ കള്ളത്തരമാണ്. തൻ്റെ സ്ഥാനം തകർന്നു പോകാതിരിക്കുവാൻ, തനിക്ക് കിട്ടിയിട്ടുള്ള താര റാണിപ്പട്ടം താഴെ വീഴാതിരിക്കുവാൻ വേണ്ടി സ്വയം അവർ കളവ് പറയുന്നു എന്ന് തന്നെ അതിനകത്ത് ഹേമലത എഴുതിയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇന്ന് മലയാള ചലച്ചിത്ര രംഗത്തിൻ്റെ മുഖത്തിന് കരിവാരി തേച്ചുവെന്നോ അല്ലെങ്കിൽ കളങ്കം ചാർത്തിയെന്നോ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ലോകത്തിന് ആകെക്കൂടി നാണക്കേടായി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നവമാധ്യമങ്ങളുടെ ആവിർഭാവം മൂലം ലോകം മുഴുവൻ ഇത് അറിഞ്ഞതുകൊണ്ടാണ്.
മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ മാറ്റിവെച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് മാധ്യമങ്ങളുടെ ആവിർഭാവം വന്നപ്പം എന്ത് തന്നെ ആയാലും എനിക്കും വേണം പണം എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ ഇപ്പോൾ ശിരൂര് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മുണ്ടക്കൈ, ചൂരമല ദുരന്ത വിഷയങ്ങളിൽ നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്തവർ തങ്ങളുടെ ഒബിവാനും ക്യാമറ കണ്ണുകളും മാറ്റി ഇപ്പോൾ നേരെ താരറാണികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷനാണ് ഇന്ന് ചർച്ചാ വിഷയം. വരാനിരിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയങ്ങളല്ല, ഈ മഴക്കാല കെടുതികളല്ല, ഓണത്തിന് ഇന്നത്തെ സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്നു എന്നുള്ള ചർച്ചയല്ല. എന്തിനു ചെയ്യാം, ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരം എങ്ങനെ കേരളത്തിൻ്റെ കർഷകനെ നട്ടലൊടിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ, കേരളത്തിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വിഷയങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിരുന്നവർ തിരികെ വന്നിട്ട് കേരളത്തിൽ വ്യവസായ സംരംഭകരാകുന്നില്ല എന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മാധ്യമത്തിനും പ്ലാറ്റ്ഫോമുകളില്ല. അവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്നപ്പോൾ നിരന്തരം ഈ പറയുന്ന പല അപസർപ്പ കഥകളെ വെല്ലുന്ന നാണിപ്പിക്കുന്ന തരത്തിലുള്ള കഥകൾ പോലെ വാർത്താ റൂമുകൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ തുറന്നു പറയുന്നു, ഒരു സ്ത്രീ പറയുന്നുണ്ട്, എന്നെ അവർ ചതിച്ചു. എങ്ങനെ ചതിച്ചു? മറ്റുള്ള താരറാണികൾ എത്തിയതുപോലെ നിനക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടന്നു തരണം, എങ്കിൽ മാത്രമേ നിനക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അവരൊക്കെ അങ്ങനെ സഹകരിച്ചത് കൊണ്ടാണ് അവരൊക്കെ സിനിമാ രംഗത്ത് ഉന്നത നിലകളിൽ പരിലസിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ കൂടെ കിടത്തിയെന്ന് പറയുമ്പോൾ ആ കൂടെ കിടന്ന സമയത്ത് പ്രതികരിക്കാതിരുന്ന അവളെയാണ് എനിക്ക് പ്രതിഷേധം അറിയിക്കാനുള്ളത്. അവളുടെ മൗനത്തെയാണ്, അല്ലെങ്കിൽ അവളുടെ ഇംഗിതം വഴങ്ങിക്കൊടുക്കുക, അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്ത അത്തരം താരങ്ങളുടെ സ്വഭാവത്തെയാണ് എനിക്ക് എതിർത്ത് പറയാനുള്ളത്. അന്ന് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരുപക്ഷെ രണ്ടാമത്തെ സിനിമകളിൽ അവസരം തന്നില്ല എന്നുള്ള കാരണത്താൽ മാത്രം, അല്ലെങ്കിൽ അത്തരം നിങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം ചവിട്ടുകുറ്റയിൽ എറിഞ്ഞതുപോലെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യത്തിൽ മുത്തക ശൃംഗങ്ങളിൽ മലയാള സിനിമയിൽ എത്തിയോ അതുമില്ല, ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് ഈ തുറന്നു പറച്ചിലെന്ന് ഞങ്ങൾക്ക് കരുതേണ്ടി വരും. എന്തായാലും നോ എന്ന് പറയുവാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നിന്നല്ല ഏത് തൊഴിൽ ഇടങ്ങളിലും സ്ത്രീ അപമാനിക്കപ്പെടത്തില്ല, ആക്രമിക്കപ്പെടത്തില്ല, ക്രൂര ബലാത്സംഗങ്ങൾക്ക് ഇരയാകത്തില്ല. സ്ത്രീ നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ സ്ത്രീകൾക്കാകണം. ഇവിടെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റികളുണ്ട്. സിനിമകളിൽ അങ്ങനെ വേണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു? കളറിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, നിറമില്ലായ്മയുടെ പേരിൽ തനിക്ക് ഈ നടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സിനിമാ താരങ്ങൾ ഉണ്ട്. കലഹമണി അതിനൊരു വലിയ സാക്ഷ്യമാണ്. അങ്ങനെ മലയാള സിനിമയിൽ സ്ത്രീകൾ മാത്രമല്ല അപമാനിക്കപ്പെട്ടുള്ളത്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പലപ്പോഴും ജീവിതത്തിൽ പലയിടത്തും വെച്ച് അപമാനിക്കപ്പെടുന്ന പോലെ തന്നെ, ചൂഷണം ചെയ്യപ്പെടുന്ന പോലെ തന്നെ പണത്തിൻ്റെ ആധിക്യത്താൽ ഈ ഉച്ചനീചിത്വങ്ങൾ എവിടെയുമുണ്ട്. ഇവിടെ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഹേമ കമ്മീഷൻ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ 2 അംഗങ്ങളും കൂടെ ചേർന്ന് കണ്ടെത്തിയിട്ടുള്ള 3 പേരും കൂടെ ചേർന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് 5 വർഷം വൈകിപ്പിച്ചതിനെതിരെയാണ് എൻ്റെ അമർഷം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ സാധിച്ചിരുന്നില്ല? എവിടെയായിരുന്നു ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളൊക്കെ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല? നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ നൽകിയിട്ടുള്ള ആ പേപ്പറുകളുടെ വിവരത്തിൽ മാത്രമാണ്. ഇനിയും എന്തൊക്കെയോ അവർക്ക് പറയാൻ സാധിക്കും. ഇതിൽ ഹേമ കമ്മീഷനിലെ ഒരു ബോർഡ് മെമ്പർ പറഞ്ഞ പോലെ വനിതകളുടെ, അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന വനിതകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രത്യക്ഷമായി ഇടപെട്ടു. നിങ്ങൾക്ക് മലയാള ചലച്ചിത്ര രംഗത്ത് നിന്നും ഏറ്റിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുവാൻ സാധിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ 500-ൽ നിന്നും 50-ലേക്ക് എണ്ണങ്ങൾ കുറഞ്ഞു വരികയും ഉള്ളവരൊക്കെ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ല, നോ പറയേണ്ട, പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത് നിങ്ങളുടെ മൗനമാണ്. നിങ്ങൾ അപമാനിക്കപ്പെടുന്ന സമയത്തുള്ള നിങ്ങളുടെ മൗനമാണ് നിങ്ങളെയും കുറ്റവാളിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യം നടന്നു എന്നുണ്ടെങ്കിൽ അതിന് എതിരെ ശബ്ദിക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ക്രൈമിൽ നിന്നും അകന്നു നിൽക്കുവാൻ വേണം ഇനിയും ചലച്ചിത്ര രംഗത്തെ കടന്നുന്ന പെൺകുട്ടികൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് നോ പറയേണ്ടത് അവർ ചോദിക്കുന്നവരൊക്കെ ചോദിച്ചുകൊള്ളട്ടെ. കഥകൾ മുട്ടുന്നവരെയൊക്കെ കഥക് തുറന്നു തന്നെ മുഖത്തടിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അതുപോലെ ചോദിക്കുന്നവൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ശേഷി ഓരോ ചലച്ചിത്ര താരങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, ഇവിടെ മെഡിക്കൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, എന്തിനു പറയുന്നു, നിയമസഭയ്ക്കകത്ത് പോലും പെൺകുട്ടികൾ ഈ പറയുന്നത് പോലെ അപമാനിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ശാരദ പറയുന്നു, പണ്ടൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളുടെ മാറിടങ്ങളിൽ പിടിക്കുമായിരുന്നു, അമർത്തുമായിരുന്നു എന്നൊക്കെ ശാരദ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് അത്
പ്രത്യക്ഷത്തിലല്ല, പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഒളിമറയിലാണ്, ഒളിവിൽ നിന്ന് കണ്ട് കാറിനുള്ളിലും പിന്നെ ഈ പറയുന്ന റിസോർട്ടുകൾക്കുള്ളിലുമായിട്ടൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ട്. അവിടെയൊക്കെ മൗനസമ്മതമായിട്ട് പോയി അവരോടൊപ്പം താമസിക്കുകയും തൻ്റെ ശരീരം അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സിനിമ വന്നപ്പോൾ തന്നെ അകറ്റി നിർത്തിയതിൻ്റെ വേദനയും വിഷമവും വൈരാഗ്യവും കൊണ്ട് ഒരു ചലച്ചിത്ര രംഗത്തുള്ള ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകളോട് വളരെ തമസ്കരണം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഇടപെടലാണ് മുഖ്യധാരയിലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന താരങ്ങൾ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു ഇടപെടലാണ്. അതുപോലെ ഈ താരങ്ങൾ നിയന്ത്രിക്കുന്ന, കോക്കസ് നിയന്ത്രിക്കുന്ന സിനിമാ രംഗം അനുഭവിക്കുന്നുണ്ട് കുറേ കാലമായി. ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ഒരു പുതിയ സംവിധായകൻ കടന്നു വരാതിരിക്കുക, അല്ലെങ്കിൽ കടന്നു വന്നാൽ അവനെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു നടൻ, പുതിയതായിട്ടൊരു നടൻ പറഞ്ഞെങ്കിൽ എന്തോരം പ്രതിസന്ധികൾ തരണം ചെയ്യണം. സ്ത്രീകൾക്കാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരുങ്ങിയാൽ പെട്ടെന്ന് അവിടെ നായികയും ഉപനായികയാകാം. ഒരു നടനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവന് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഏത് തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? അവിടെ പലതരത്തിലുള്ള പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മാറിയിട്ടാണ് ജോജു ജോർജിനെ പോലെയുള്ള, എന്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ജോജു ഒരുപാട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജോജു ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ എന്തോരം ത്യാഗം സഹിച്ചിട്ടാണ് ഇന്ന് മെയിൻ സ്ട്രീമിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം അവർക്കൊരിക്കലും ഇന്ന് കടന്നു വരുന്ന, തങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് കടന്നു വരുന്നവരോട് അത്തരം അപക്വമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമയിൽ ഒരു നവോത്ഥാനം വരേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. താരങ്ങൾ കുറെ കൂടി സമൂഹ ജീവിയായി മാറണം. സമൂഹത്തിൽ അവർ നക്ഷത്രങ്ങളായി നിന്നോട്ടെ. ആ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുടെ മുമ്പിൽ അവർ ഈ പറയുന്നതിൻ്റെ കൂട്ട് അവർ വലിയ ഒരു താരമായി, മോഡലായിട്ട് മാറണം സമൂഹത്തിൽ. ആ താരങ്ങളെ അനുകരിക്കുവാൻ സമൂഹത്തിന് കഴിയണം. നന്മകളുടെ പ്രതിരൂപങ്ങളായി താരങ്ങളും താരറാണികളും മാറണം. അതിന് പകരം കുറേ പണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, കുറേ പ്രശസ്തിയും പേരും ഒക്കെ വന്നു കഴിഞ്ഞാൽ, നഗ്നതയുടെ ഇപ്പം ഞങ്ങളെ ലൈംഗികമായ ചുവയുള്ള നോട്ടം നോക്കി ലൈംഗിക പരാമർശം നടത്തിയെന്നൊക്കെ പറയുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രധാരണം ആകർഷണം നടത്തുന്നതാണ്. ഒരു ഉദ്ഘാടനത്തിന് പോയാൽ അവളുടെ മാർഡങ്ങളിൽ പിന്നെ പിടിക്കുവാൻ താല്പര്യപ്പെടുന്ന തരത്തിലാണ് മാർഡങ്ങൾ തുറന്ന് കാട്ടിക്കൊണ്ട് ഡ്രസ്സ് ചെയ്യുന്നത്. ഒരു കോളേജിൽ ഈ അടുത്ത കാലത്ത് ഒരു നടി പോയത് നിങ്ങൾക്കറിയാം. പുതിയ തലമുറയാണ്. അവരുടെ മുമ്പിൽ അങ്ങേ അറ്റം വരെയുള്ള രണ്ടാം വസ്ത്രം, അടിവസ്ത്രം കാണുന്നത് വരെ പൊക്കി ഉടുത്തിട്ടുള്ള വസ്ത്രധാരണത്തോടു കൂടി ഒരു നടി കടന്ന് ഡാൻസ് കളിക്കുന്നൊരു കോളേജിൽ അവളുടെ പ്രസവിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ പ്രസവിച്ച തൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട മുലപ്പാൽ കൊടുക്കേണ്ട ആ മാറിടങ്ങൾ വ്യക്തമായി പുതിയ തലമുറയ്ക്ക് മുമ്പിൽ കാണിക്കുന്നതാണ് ഇവരുടെയൊക്കെ ഈ പറയുന്ന സദാചാര ബോധത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പം എന്തായാലും സ്ത്രീകൾ ഇന്ന് അപക്വമായിട്ടുള്ള വേഷധാരണ രീതി മാറണം. ഇത്തരം പുരുഷന്മാരെ പ്രകോപനത്തിൽപ്പിക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ലൈംഗിക ചോദന നൽകുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിലാണ് സ്ത്രീകൾ ആദ്യം തടയിടേണ്ടത്, സ്ത്രീകൾ തന്നെ. രണ്ടാമത്തൊരു കാര്യം എന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത്, സെറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളുടെ മോശമായിട്ടുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ചിലപ്പം സെറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ വൃത്തിയായിട്ടായിരിക്കത്തില്ല സൂക്ഷിക്കുന്നത്. അവിടെയൊക്കെ സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യും? രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിൽക്കും. ഇത് അവർക്ക് മറ്റ് പല ഇൻറ്റേർണൽ ആയിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാക്കും. അതൊരു വലിയ ദുരന്തമാണ്. അതുപോലെ തന്നെ അവർക്ക് പീരീഡ്സ് സമയത്ത് അവരനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും, മൂഡ് സ്വിങ്സ് അവർക്ക് ആ സമയത്ത് ഒരുപാട് ചേഞ്ച് ആയിരിക്കും. ആ സമയത്ത് തന്നെ അവർക്ക് ദുഃഖങ്ങളുണ്ടാകാൻ, ഈ പറയുന്ന അഭിനയിക്കുന്ന സംഭവം ക്ലിയർ ആകാതെ വരാം. റീടേക്കുകൾ പോകുമ്പോൾ അവരെ അപമാനിക്കുന്ന തരത്തിൽ, അവരെ ബോഡി ഷേമിങ് നടത്തുന്ന തരത്തിലൊക്കെ പരാമർശിക്കുമ്പം അത് അവരെ ടോട്ടലി അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഇടപെടലുകൾക്കാണ് തടയിടേണ്ടത്. അത് ഏത് താരമായാലും, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങ് മുകളിൽ വിലസുന്ന താരമാണെങ്കിലും ഇതെല്ലാം സെയിമാണ്. അവർക്ക് ഒരുപോലെ തന്നെ നീതി കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി താരസംഘടനകൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? താരസംഘടനകൾ നിൽക്കേണ്ടത് താരങ്ങളുടെ പക്ഷത്താണ്. ഏത് താരങ്ങളുടെയാണ്? പോക്കർത്തരം കാണിക്കുന്ന താരങ്ങളുടെ കൂടെ അല്ല നിൽക്കേണ്ടത്. അവിടെ ഏത് ലൈംഗിക അതിക്രമത്തിന് വിധേയയായോ അത്തരം ആളുകളുടെ മുമ്പിലേക്ക് ചെന്നെത്തി ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം താരസംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ടാണ്. അത് എയ്തർ ഈ പറഞ്ഞ വുമൻസ് കളക്റ്റീവിനാണെങ്കിലും അമ്മ പോലെയുള്ള താരസംഘടനകൾക്കാണെങ്കിലും അവരെ വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിക്കുവാനും അത് ഇടനില നിന്ന് പരിഹരിക്കുവാനുള്ള ഒരു തൻ്റെ ഇടം, ആർജവം കാണിക്കണം. 5 വർഷം തമസ്കരിച്ച ആ ഒരു റിപ്പോർട്ട് ഇന്നും പഠിച്ചിട്ടില്ലാത്ത താരസംഘടനയിലെ നേതാക്കന്മാരെ കുറിച്ച് ഞാൻ എന്താണ് പിന്നെ പറയേണ്ടത്? 5 വർഷം കഴിഞ്ഞു ഈ ഒരു റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കയ്യിലേക്ക് വന്നിട്ട്. 2017 റിപ്പോർട്ടിന് തുടക്കം കുറിച്ചുവെങ്കിലും 5 വർഷത്തിനുള്ളിൽ അവർ കൊടുത്തിട്ടുണ്ടാകും. ഈ 5 വർഷം വരെ ഈ ഹേമ റിപ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും
പിന്നീട് ഒരു റൈറ്റ് ഓഫ് ഇൻഫർമേഷന് ശേഷമാണ് ഇത് പുറം ലോകത്തേക്ക് വെളിച്ചം കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഞങ്ങൾ റിപ്പോർട്ട് പഠിച്ചിട്ടില്ല. റിപ്പോർട്ട് ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം പ്രതികരിക്കാൻ എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് സാറൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. പ്രതികരിച്ചേ മതിയാകും. നിങ്ങളെപ്പോലുള്ള ആളുകൾ പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശശി തരൂർ ഇരുന്ന വേദിയിൽ സിദ്ദിഖ് സാർ പറഞ്ഞു, ഒരു പ്രതി ആയി മുദ്രകുത്തിയ ഒരാൾ കോടതിയിൽ ആ കുറ്റം തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹം പ്രതിയാകുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ദിലീപിനെ പ്രതിയാണെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ശശി തരൂർ പ്രതിയല്ലേ? സ്വന്തം ഭാര്യയെ കൊലപാതകത്തിൽ ശശി തരൂരിന്റെ പേര് പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. കോടതിയിൽ നിന്നും ശശി തരൂരോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ദിലീപോ പ്രതിയാക്കപ്പെടുന്നത് വരെ അവരെ പ്രതിയായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് തൻ്റെ അടുത്തോട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് സിദ്ദിഖ്, നടൻ സിദ്ദിഖ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മൗനം വളരെ സങ്കടമുണർത്തുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും ഒരു സ്ത്രീ മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് തൻ്റെ അവസ്ഥ പറയുന്നത്, 5 വർഷം അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. 5 വർഷത്തിന് ശേഷം പറയുമ്പോൾ ആദ്യം എത്തേണ്ടത് അമ്മയുടെ താരങ്ങൾ തന്നെയാണ്. ജയൻ ചേർത്തല മലനാട് ടിവിയുടെ കൂടി ഒരു സുഹൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെയും പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സധൈര്യം മുന്നോട്ട് നിൽക്കണം, എല്ലാവരും മുന്നോട്ട് നിൽക്കണം. ഒരു കോക്കസിനും വിട്ടുകൊടുക്കരുത്. മലയാള സിനിമയിൽ അർഹരായിട്ടുള്ളവർ അഭിനയരംഗത്ത് എത്തണം. അർഹരായിട്ടുള്ള എഴുത്തുകാർ അവൻ്റെ കലാസഭയിലെ കാണിച്ചു തന്നാൽ അത് ഈ പറഞ്ഞതുപോലെ ചലച്ചിത്ര രൂപം പ്രാപിക്കണം. സംവിധാനത്തിൽ മികവുണ്ടെങ്കിൽ, ക്രിയേറ്റിവിറ്റിയിൽ കഴിവുണ്ടെങ്കിൽ അവന് സംവിധാനം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണം. അവനോട് പറയണം, ഈ സിനിമയിൽ വരുന്ന നിന്റെ കൈമോശം കൊണ്ടുവരുന്നിട്ടുള്ള പാളിച്ചകൾക്ക് നീ ഉത്തരവാദിയാണ്. പ്രൊഡ്യൂസർ മാത്രമല്ല ഉത്തരവാദിയാകേണ്ടത്. ഒരു സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിൽ പാളിച്ച വരികയും അത് വിജയം നേടാതിരിക്കുകയും ചെയ്യുമ്പോൾ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ സംവിധാനം അടക്കം പ്രൊഡക്ഷൻ ബോയ് അടക്കം ഇതിനകത്ത് ആരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടോ ഇവരെല്ലാവരും സൗജന്യമായോ പകുതി പൈസയ്ക്കോ ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കാൻ തയ്യാറാകണം. മലയാള സിനിമയിൽ ചലച്ചിത്ര താരങ്ങൾ 2 തട്ടിലാകരുത്. മെഗാതാരങ്ങൾക്ക് ഒരു പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മോഹൻലാലിനും മമ്മൂട്ടിക്കും അതുപോലെയുള്ള സൂപ്പർ മെഗാതാരങ്ങൾക്ക് ഒരു വലിയ റേറ്റ്, അവരുടെ കൂടെ ഒപ്പം നായികാ പദവി അലങ്കരിക്കുന്ന അവരോടൊപ്പം തന്നെ അതേപോലെ കഷ്ടപ്പെടുന്ന ഒരു വാട്ടർ ടാങ്കിലേക്ക് ഒരു നായിക എടുത്തിട്ടു, ആ വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി, ആ വെള്ളത്തിനോടൊപ്പം അവൾ 10-200 അടി താഴ്ചയിലേക്ക് പതിച്ച് അവൾ കൊല്ലപ്പെട്ടെങ്കിൽ അവളും അനുഭവിക്കുന്നതും അവൾ ഈ സിനിമയുടെ പ്രൊഡക്ഷന് വേണ്ടി അവളുടെ ജീവിതം പങ്കുവെച്ചിട്ടാണ്, പണയം വെച്ചിട്ടാണ് അത്തരം സീനുകൾ അഭിനയിക്കുന്നത്. അങ്ങനെ അവൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യധാരയിൽ ഒരു നടൻ മേടിക്കുന്ന അതേ തുക തന്നെ, അല്ലെങ്കിൽ അതിനോളം അതിനടുത്തെങ്കിലും വരുന്നൊരു തുക അവൾക്കും അർഹതയുണ്ട്. എങ്ങനെയാണ് ഇവിടെ തുക സങ്കല്പിക്കുന്നത്? ആരാണ് ഇവിടെ തുക സങ്കല്പിക്കുന്നത്? ഇവിടെ തുക സങ്കല്പിക്കുന്നത് ഓരോ നടന്മാർക്കും അവരുടെ സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് താര സംഘടനകളായാലും അല്ലെങ്കിൽ താരങ്ങളായാലും ഒക്കെ തങ്ങളുടെ റേറ്റ് ഇത് ചെയ്യുന്നത്. ഇവിടെ പണ്ടത്തെ നമ്മളുടെ നസീർ സാറിനും മധു സാറിനും അതുപോലെ തന്നെ സത്യൻ സാറിനും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരു വലിയ കാര്യം ഇന്നത്തെ സൂപ്പർ മെഗാ താരങ്ങളും പുതിയ താരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ്? തങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകൾ ആദ്യം ഉണ്ടാക്കും. അമ്മമാർക്ക് പൈസ നൽകി ഈ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് മറു സംഘത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി നിൽക്കുന്ന താരങ്ങളുടെ സിനിമകളെ കൂവി തോൽപ്പിക്കും. തങ്ങളുടെ സിനിമകളെ കൈയടിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യും. ഇനീഷ്യൽ കളക്ഷൻ ഇല്ലാത്ത സിനിമകൾക്ക് പണം വാങ്ങിക്കൊണ്ട്, താരങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് സീറ്റുകളിലിരുന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വാക്കുകളിൽ പോലും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് പോലും കൈയടിച്ചും കൂകി വിളിച്ചും ഇത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് കരുതിക്കൂട്ടി കാണിച്ചു കൊടുത്തൊരു താരാധിപത്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ഫാൻസ് അസോസിയേഷനുകൾ സ്ഥാപിക്കുന്നതിൽ നസീർ സാർ പരാജയപ്പെട്ടു, മധു സാർ പരാജയപ്പെട്ടു, സത്യൻ സാർ പരാജയപ്പെട്ടു. അവരൊന്നും മക്കൾക്കോ അനന്തരം ഒരു 100-200 തലമുറകൾക്ക് അനുഭവിക്കാനുള്ള സ്വത്തൊന്നും ഉണ്ടാക്കുവാൻ അവരുടെ ആ താര സാന്നിധ്യം, താരസിംഹാസനം അവർ ഉപയോഗിച്ചില്ല. പക്ഷെ ഇന്ന് ഉദയനാണ് താരത്തിൽ പറയുന്നത് പോലെ വിവിധ സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും പ്രൊഡക്ഷൻ സൈഡിലേക്കും എക്സിബിഷൻ സൈഡിലേക്കും ഒക്കെ താരങ്ങൾ കടന്നു വരുന്നുണ്ട്. അവിടെ മറ്റ് പ്രൊഡ്യൂസർമാരുടെ പള്ളക്കടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എക്സിബിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രദർശനശാലകൾ ഒരുക്കിക്കൊണ്ട് അവരുടെയും പള്ളക്കടിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങൾ, ലാഭങ്ങൾ വീണ്ടും സമൂഹത്തിന് തിരിച്ചു നൽകുവാൻ ഓരോ താരങ്ങളും തയ്യാറാകണം. മറ്റു ഭാഷകളിലെ, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വിവിധ താരങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. രജനീകാന്ത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഏഴകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുമക്കൾക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം നൽകുന്നത്. അജിത്ത്, അതുപോലെ തന്നെ വിജയ്, ഇവരെല്ലാം പൊതുജന സേവന സന്നദ്ധരായിട്ട് അവരുടെ ഇടങ്ങളിൽ വ്യവഹരിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളും താരപ്രഭുക്കളും താരറാണികളും സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് സമൂലമായ ഒരു നവോത്ഥാനം ഉണ്ടാകണം. ഹേമ കമ്മീഷൻ, ഇനിയും ഹേമ കമ്മീഷനുകൾ ഉണ്ടാകണം.
മലയാള സിനിമയിൽ മാത്രമല്ല താഴേക്ക് പോകണം, നാടകരംഗത്തും ടെലിവിഷൻ രംഗത്തും ഒരുപാട് രംഗങ്ങളിൽ സ്ത്രീജനങ്ങൾ ഇതേപോലെ അപമാനിക്കപ്പെടുന്നുണ്ട്. എന്തിനു പറയുന്നു, വലിയ വലിയ ഫീസുകളൊക്കെ നൽകി പഠിച്ചിട്ടുള്ള MBBS അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ മെഡിസിനും BSc നേഴ്സിംഗും ഒക്കെ പഠിച്ചിട്ട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അവരൊക്കെ ആതുര സേവന രംഗത്ത് മാലാഖമാരെന്നാണ് നമ്മൾ പറയുന്നത്. മലയാള സിനിമാ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നത് പോലെ രാവും പകലും കഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി മുഴുവനും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ശരിക്കും ആരോ പറഞ്ഞതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ളതുപോലെ മലയാള സിനിമയിൽ മാത്രമാണ് അമ്മൂമ്മ അവരെല്ലാം ഈ താരങ്ങളെ അനുഗമിച്ച് വരേണ്ടത്. അവിടെ ഒരാൾ വരേണ്ട കാര്യമില്ല. ഒരു താരത്തിന് എന്തായാലും ഒരു റൂം അലോട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 താരങ്ങൾക്ക് വേണ്ടി ഒരു റൂം അലോട്ട് ചെയ്യും. അവർ 2 അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സിനിമാ പ്രവർത്തകരായിട്ടുള്ള പുരുഷന്മാർക്കല്ല, നിങ്ങൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ താരപ്രഭയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തൊട്ട് കൂടെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയെയും കൂടെ വിളിക്കുക. ഈ അമ്മയും അമ്മൂമ്മയും ഒന്നും വരേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഒരു റൂം ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിനും സന്തോഷമായി. ഈ 2 പേരിൽ ഒരാൾ ഇനി വഴങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ കാര്യങ്ങൾ നടക്കത്തില്ല. 2 പേരും കൂടെ ഒന്ന് ചിന്തിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ സ്വയം വിധേയരാകണം. കൂടെ കൊണ്ടുവരാൻ മേക്കപ്പ് വുമൺസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ആയമാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കുഴപ്പമില്ല. മറ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർമാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, റെയിൽവേയിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകൾ ജനങ്ങളുണ്ട്, KSRTCയിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, വിവിധ മേഖലകളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ സ്റ്റുഡിയോകളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ രംഗങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും അച്ഛനെയും അമ്മയൊന്നും കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എവിടെയും ഒരു സ്ത്രീയും ഈ പറയുന്നത് പോലെ അബലകളല്ല. സ്ത്രീയുടെ ശാരീരിക ക്ഷമത പുരുഷനേക്കാൾ കുറവാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നെങ്കിൽ, ഒരു സ്ത്രീ മനസ്സുകൊണ്ടൊരു പുരുഷനെ നേരിട്ടാൽ അവനെ ഒരു നിമിഷമെങ്കിലും അവന് ശ്വാസം കിട്ടാതെ നിലനിർത്തുവാൻ ഒരു സ്ത്രീക്ക് കഴിയും. അത് തിരിച്ചറിയുന്ന ജനങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ അവർ അബലകളല്ല. അവരുടെ വാക്കുകൾക്ക്, കണ്ണുകളിലെ തീക്ക് അവർക്ക് ഒരു പുരുഷനെ നിലയ്ക്ക് നിർത്താൻ സാധിക്കും. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ ഒരു ഹേമ കമ്മീഷൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചർച്ച ചെയ്യേണ്ട ദിവസമുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലെത്തിയിട്ടുള്ള നടി രഞ്ജിനിക്ക് അവർക്ക് നീതി കിട്ടണം. അകത്ത് അല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്ന, പുകമറയ്ക്കുള്ളിൽ മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന മറ്റു താരങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആരോപിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മുന്നിലേക്ക് വരട്ടെ. വരുന്നവരനുസരിച്ച് അവർക്ക് നീതി കൊടുക്കുവാൻ നമ്മുടെ നിയമ കൂടങ്ങൾക്ക് സാധിക്കണം. എന്തായാലും ഇത്തരം വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം ചലച്ചിത്ര രംഗത്തുണ്ട് എന്ന് ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷനിലെ അംഗമായ ബോർഡ് മെമ്പറായിരുന്ന ശാരദ അടക്കം പണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനൊരു അറുതി ഇടുവാൻ ഈ ഹേമ കമ്മീഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോഴും നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഹേമ കമ്മീഷനോ ഇത്തരം സദാചാര മൂല്യത്തകർച്ചകളല്ല ചർച്ച ചെയ്യേണ്ടത്. അതിജീവനത്തിന് വേണ്ടി, ജീവനുണ്ടെങ്കിലേ ഇനി സദാചാരമുണ്ടെങ്കിലും സദാചാര സംരക്ഷണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിജീവിതത്തിന് വേണ്ടി ഒരു സമൂഹം കേഴുകയാണ്. മുല്ലപ്പെരിയാർ എന്ന വാട്ടർ ബോംബിൻ്റെ താഴെ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷനെ പോലെ തന്നെ ഒരു ഗാഡ് ഗിൽ കമ്മീഷനുണ്ട്. വളരെയധികം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിനെ തമസ്കരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം സദാചാര പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടുള്ള ചർച്ചകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് അവർക്ക് നീതി കിട്ടട്ടെ. വീണ്ടും ഏറ്റവും വേഗത്തിൽ ഇത്തരം ചർച്ചകൾക്ക് താല്പര്യം കാണിച്ച മാധ്യമങ്ങൾ, മലനാട് TV അടക്കം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഗൗരവമായി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നിശിതമായി കീറി മുറിച്ച് അവലോകനം ചെയ്തുകൊണ്ട് എക്സ്പെർട്ടുകളുടെ ചർച്ചകളും ഇനി തൊട്ടടുത്തുണ്ടാകാനിരിക്കുന്ന ദുരന്തത്തിനെ അതിജീവിക്കാൻ എങ്ങനെ കേരളത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച ഇതേപോലെ ചെയിനായിട്ട്, അത് അതിജീവന ചർച്ചയായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡീകമ്മീഷനിൽ വരെ എത്തി നിൽക്കുന്നത് വരെ തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.